നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ തമ്പനയിൽ കണ്ടിട്ട് ആരും ഓടിച്ചാടി വന്ന് കമൻ്റ് ഇടാൻ നിൽക്കല്ലേ. ആദ്യം വീഡിയോ മുഴുവനായിട്ട് കാണുക, അതിനുശേഷം മാത്രം കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ എൻ്റെ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്ത്രീകൾ രാത്രിയിൽ ട്രെയിൻ യാത്ര ഒഴിവാക്കുക. ഇതാണ് ഞാൻ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെ പറയാനായിട്ട് കാരണമുണ്ട്. വേറൊന്നല്ല, ഒരു പെൺകുട്ടിക്ക് ട്രെയിനിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം. അത് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടാൻ കാരണം. ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കിട്ടി, കുഴപ്പമില്ല. പോലീസിന് എന്ത് പറഞ്ഞു? വീഡിയോ കിട്ടി, കുഴപ്പമില്ല. പോലീസിന് എന്ത് പറഞ്ഞു? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെയുള്ളവരൊക്കെ എന്താണ് വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. എന്തായാലും ആ കുട്ടിയുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമായിരുന്നു. വില്ലുപുരത്ത് നിന്നാണ് ഞാൻ ട്രെയിൻ കയറുന്നത്. കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. വില്ലുപുരത്ത് നിന്നാണ് ഞാൻ ട്രെയിൻ കയറുന്നത്. വില്ലുപുരം ടു കൊല്ലം വരെയായിരുന്നു ഞാൻ റിസർവേഷൻ ചെയ്തിരുന്നത്. S3 കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ റിസർവേഷൻ ചെയ്തിരുന്നതും. ട്രെയിനിൽ കയറി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്നെ മർദ്ദിച്ച പുള്ളി S3 കമ്പാർട്ട്മെൻറ്റിൽ 17 ആയിരുന്നു പുള്ളിയുടെ സീറ്റ് നമ്പർ. അപ്പോൾ ഞാൻ കയറുന്ന സമയത്ത് പുള്ളി അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എൻ്റെ ഫോൺ ഒന്ന് ചാർജിന് ഇട്ടോട്ടെ എന്ന്. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞ് ചാർജിന് ഇട്ടാൽ മതി, എനിക്കതുവരെ ചാർജ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പുള്ളി പറഞ്ഞു പുള്ളിക്ക് കിടക്കണം, അപ്പോൾ ബെർത്തെല്ലാം നേരെ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പർ ബെർത്തായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ മുകളിൽ പോയി ഇരിക്കുമായിരുന്നു ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ആയ സമയത്താണ് ഞാൻ താഴെ ഇറങ്ങി വരുന്നത്. വിരുദാചലം ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ താഴെ ഇറങ്ങി വന്ന് പുള്ളിയോട് പറഞ്ഞു എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എനിക്കൊന്ന് ഇത് ചാർജിന് ഇടണം എന്ന് പറഞ്ഞു. പുള്ളി മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്ന വേറൊരു വ്യക്തിയോട് പറഞ്ഞു എനിക്കിതൊന്ന് ചാർജ് ചെയ്യണം, ഞാൻ ആരെയും കോൺടാക്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഫോണൊന്ന് ഓൺ ആക്കണം, അതിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഈ ഫോൺ ഊരി ആ ബെർത്തിൽ വെച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പുള്ളി പറയുന്നത് കേട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഫോൺ ഊരി ആ ബെർത്തിൽ വെക്കുന്നത്. അന്നേരം ഈ വ്യക്തി ചാടി എഴുന്നേറ്റ് എൻ്റെ ഫോൺ ഊരി നിലത്തിടുമായിരുന്നു, അതായത് ട്രെയിനിൻ്റെ ഫ്ലോറിലിടുമായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ ഫോൺ ഊരി നിലത്തിടുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം ഷോക്ക് ആയതുപോലായിരുന്നു. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇയാളിങ്ങനെ എൻ്റെ ഫോൺ ഊരി നിലത്തിടുമെന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും ഇയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്ത് അടിസ്ഥാനത്തിലാണ്, ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും, ഞാൻ റിസർവേഷൻ ചെയ്തിരിക്കുന്നതാണ് എന്നിങ്ങനെ. എന്നിട്ട് ഞാനത് വീണ്ടും എടുത്ത് പ്ലഗ് ചെയ്തു. പ്ലഗ് ചെയ്യുന്ന സമയത്ത് ഇയാൾ വീണ്ടും അത് ഊരി നിലത്തിടുന്നു. വീണ്ടും ഇയാൾ എന്നെ ഓരോന്ന് പറയുവാണ്. അതിനുശേഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ട്രെയിനിൽ പോലീസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ആ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ ഫുള്ള് നോക്കുകയുണ്ടായി. നോക്കിയിട്ട് അവിടെ എന്നും ഒരു പോലീസുകാരനെയും കണ്ടില്ല. അതിനുശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും ചാർജ് പ്ലഗ് ഓൺ ചെയ്യാൻ നേരത്ത് ഇദ്ദേഹം ആദ്യം പറയുന്നുണ്ടായിരുന്നു ഇനി അവിടെ നിങ്ങൾ പ്ലഗ് ഓൺ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ അടിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ടും അടിക്കത്തില്ലല്ലോ എന്ന വിശ്വാസത്തിലാണ് വീണ്ടും ഇങ്ങനെ അവിടെ ചാർജിന് ഇടുന്നത്. അന്നേരമാണ് പുള്ളി മർദ്ദിക്കുന്നത്. ഞങ്ങൾ ഉടനെ തന്നെ റെയിൽ മതത്തിൽ കംപ്ലൈൻറ്റ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, റെയിൽ മതത്തിൽ കംപ്ലൈൻറ്റ് ചെയ്ത ശേഷം പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് എന്നെ ഫോൺ ചെയ്യുകയുണ്ടായി. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചത് 2 പേരും മലയാളീസ് ആയിരുന്നു. അപ്പോൾ ആദ്യം ഒരു ലേഡി ആയിരുന്നു പോലീസുകാർ എന്നോട് സംസാരിച്ചത്. ഞാൻ അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വേറൊരാൾ കോൺടാക്റ്റ് ചെയ്യുമെന്ന്. പിന്നെ ഒരു മെന്നായിരുന്നു, അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എന്നിട്ട് ആരും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. ട്രെയിൻ വിരുദാചലം എത്തിയപ്പോൾ എൻ്റെ കൂടെ തിരുച്ചിറപ്പള്ളി എത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനോട് അവൻ അങ്ങോട്ട് പോയി പറയുകയാണ് ഉണ്ടായത്, ഇങ്ങനെ ട്രെയിനിൽ മർദ്ദിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അന്നേരത്തേക്കും ഈ പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ബാഗ് എല്ലാം കൂടി ആയിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. ഞങ്ങളുടെ കംപ്ലൈൻറ്റ് ബേസിൽ വന്നിട്ടുള്ള പോലീസുകാരാണ് എന്ന് പറഞ്ഞ് 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അവർ ട്രെയിനിൻ്റെ ഏറ്റവും മുൻവശത്ത്, അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ
മുന്നിലായിരുന്നു അവർ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ റിസർവേഷൻ യാത്രക്കാരിയാണ്. S3 കമ്പാർട്ട്മെൻ്റ് എന്ന് മെൻഷൻ ചെയ്താണ് ഞാൻ എൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്നേരം പോലീസുകാർ ട്രെയിനിൻ്റെ മുൻവശത്ത് വന്ന് നിന്നാൽ ഈ പ്രതിക്ക് ഓടിപ്പോവാനുള്ള ഒരു വഴി അവർ തന്നെ തുറന്നു കൊടുക്കുകയല്ലേ. അവരെന്നിട്ട് ഈ ഓടിപ്പോയ പ്രതിനെ കുറിച്ച് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അയാളെ പിടിച്ചു വെച്ചിരുന്നില്ല എന്നാണ്. അതെ, ഇനി അവർ പിടിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ കൊണ്ടുവന്ന് ഇട്ട് തരാം. നിങ്ങളൊക്കെ എന്തിനാണ് ഈ യൂണിഫോം ഇട്ട് നടക്കുന്നത്? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. പറ്റില്ലെങ്കിൽ ഇതൊക്കെ അഴിച്ചു വെച്ച് വല്ല ആമ്പിള്ളേർക്കും വഴിമാറി കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. ഒരു പരാതിക്കാരിയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചു വെച്ചില്ല എന്ന്. അതും ഒരു സ്ത്രീയാണ് മിസ്റ്റർ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അവർക്ക് പിടിച്ചു വെച്ച് അവർക്ക് ശിക്ഷ നടപ്പാക്കാനാണെന്ന് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കോണ്ടാക്ട് ചെയ്തത്? അത് പറ. നിങ്ങളൊരു ഡ്യൂട്ടിയിലുള്ള ഓഫീസേഴ്സ് അല്ലേ? നിങ്ങളുടെ അടുത്ത് ഈ കുട്ടി കംപ്ലയിൻറ്റ് ചെയ്തെന്താ S3 എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ പേര് വെച്ചുകൊണ്ടാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കാഞ്ഞത്? അല്ലാതെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് അവിടെ പോയി നിന്നതുകൊണ്ട് ഈ ഒരു പ്രതിയെ പിടിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ പ്രതി തൃശ്ശിനാപ്പള്ളി എത്തിയപ്പോൾ ഇറങ്ങി ഓടി. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് രസം, എന്തുകൊണ്ട് അവരെ പിടിച്ച് വെച്ചില്ല? അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. ഒരു വ്യക്തി അടിക്കുന്നു, ആ വ്യക്തിയെ പിന്നെ പിടിച്ചു വെക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ യൂണിഫോം അഴിച്ചു വെച്ച് ആമ്പിള്ളേർക്ക് വഴിമാറി കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊന്നും ശരിയല്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇനിയാണ് രസം, ഇനിയാണ് ഞാൻ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന കാര്യം വരാൻ പോകുന്നത്. അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ആരും അങ്ങോട്ട് എത്തിയിട്ടും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ തമിഴായിരുന്നു. അപ്പോൾ ഞങ്ങൾ 1-2 പേരോട് കാര്യം പറയുമ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അവർ ഞങ്ങളുടെ പ്രശ്നത്തിന് അവർ ഒരു പരിഹാരം എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എന്നുള്ള രീതിക്ക് അവരൊന്നും തന്നെ ചെയ്യുന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഈ കംപ്ലൈൻറ്റ് പറയുന്ന കേട്ടിട്ടാണ്, ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഈ പ്രതിയായ പുള്ളി ഒരു ടാക്സിക്കാരനെ എന്തോ കോൾ ചെയ്യുന്നതും ഉണ്ടായിരുന്നു. എന്നിട്ടായിരുന്നു ഈ സ്റ്റേഷൻ എത്തിയ ഉടനെ എടുത്തു ചാടി പുള്ളി ഇറങ്ങി ഓടുന്നത്. ഈ പോലീസുകാർ അന്നേരം പറയുന്നത് അയാൾ ഇനി ഓടിയല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ. ഞാനിപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് പറയാം ഒരു സ്ട്രേഞ്ചർ ആണ് എന്ന്. ഇത് കൃത്യമായിട്ട് ഒരു സീറ്റ് നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഡീറ്റെയിൽസ് എന്തായാലും റെയിൽവേയിൽ കാണും. എന്നിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. അത് കൊള്ളാം. ഇവരൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? അദ്ദേഹം ഓടി, സമ്മതിച്ചു. അദ്ദേഹത്തെ പിടിക്കേണ്ട ഡ്യൂട്ടി നിങ്ങളുടെയാണ്. അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കണമെന്ന് പറയുന്നില്ല. അദ്ദേഹം ഒരു റിസർവേഷൻ പാസഞ്ചറാണ്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷമാണ് ടിക്കറ്റ് അനുവദിക്കുക. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ പിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ഓടിച്ചിട്ട് പിടിക്കണമെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റത്തില്ലേ? നമ്മളൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ അത് ഫ്ലൈറ്റ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ബസ്സാണെന്നുണ്ടെങ്കിലും നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒന്നുകൂടിയാണ് ഈ ടിക്കറ്റ് എന്ന് പറയുന്നത്. യാത്രാ ചെലവ് മാത്രമല്ല അതിൽ പെടുന്നത്, നമ്മുടെ സുരക്ഷയും കൂടി ഉറപ്പ് വരുത്തുന്നത് ഒരു രേഖ കൂടിയാണ് ഈ ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ റിസർവേഷൻ പാസഞ്ചറായ ഈ വ്യക്തിയെ എന്തുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ അദ്ദേഹം ഓടിപ്പോയില്ല, ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കേണ്ടത്. നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്, നാണമുണ്ടോ എന്ന് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ വളരെ മോശമാണ്. എത്ര സ്ത്രീകൾ ഇതേപോലെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് പല ആവശ്യങ്ങളായിട്ട്. ചില സമയങ്ങളിൽ റിസർവ് ചെയ്ത സീറ്റ് പോലും മാറിക്കൊടുക്കാതെ കയ്യേറുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തായി? ചില സമയങ്ങളിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ വരെ ജെൻസ് ഇടിച്ചു കയറുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെയൊക്കെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചാലേ, റെയിൽവേ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചാലേ ഒരു പരിധി വരെ തടയാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഞാൻ തമ്പനയിൽ കൊടുത്ത കാര്യം ഇപ്പോഴും വന്നിട്ടില്ല. ഇനിയും അത് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കിടക്കുന്നുണ്ട്. ആ കുട്ടിയുടെ അനുഭവം, ആ കുട്ടിയോട് പറഞ്ഞ കാര്യങ്ങൾ. തമ്പനയിൽ എന്താ ഞാൻ കൊടുത്തത്? സ്ത്രീകൾ രാത്രി ട്രെയിൻ യാത്ര ഒഴിവാക്കുക. അത് ഈ കുട്ടിയോട് ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. പിന്നീട് ആരും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതിനുശേഷം ഒരു ലേഡി പോലീസ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇനി മുതൽ രാത്രി യാത്രകൾ ഒഴിവാക്കണം, അതാണ് എന്തുകൊണ്ട് നല്ലത്. അത് നന്നായി. അപ്പൊ രാത്രി ആരും ഇനി ട്രെയിനിൽ യാത്ര ചെയ്യണ്ട എന്നാണോ അവർ പറയുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്.
സ്ത്രീകൾ ഇനി എന്തൊക്കെ വന്നാലും രാത്രി ട്രെയിനിൽ യാത്ര ചെയ്യരുത് എന്ന് ഉദ്യോഗസ്ഥരവരെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ സുരക്ഷ ഉറപ്പ് വരുത്താനായിട്ട് അവർക്ക് കഴിയത്തില്ല. അവർ തോൽവികളാണെന്ന് അവർ തന്നെ സമ്മതിച്ചു. അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാണ്? പറ, നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.